കൈരളിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും രാംരാജ് കോട്ടൻ ധോത്തി സൺഷേഡ് സൂപ്പർ കിഡ്സിലേക്ക് ഹാർദമായ സ്വാഗതം. കേരളമെന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട വാക്കാണ് പവർക്കെട്ട്. പവർക്കെട്ട് എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ കൂടപ്പിറപ്പായിരുന്നു, ആത്മമിത്രമായിരുന്നു പവർക്കെട്ട്. പക്ഷേ ഈ അടുത്ത് കനത്ത മഴ പെയ്തു, കനത്ത പേമാരിയിൽ ഡാമുകൾ നിറഞ്ഞു, വൈദ്യുതി നമുക്ക് കൂടിയതുകൊണ്ട് നമ്മൾ വൈദ്യുതി കൊടുക്കാൻ തുടങ്ങി. വെറുതെയല്ല, സൗജന്യമായിട്ടൊന്നുമല്ല, വൈദ്യുതി നമ്മൾ വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. അപ്പോൾ രാംരാജ് കോട്ടൺ ധോത്തി സൺഷേഡ് സൂപ്പർ കിഡ്സിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന മാതാപിതാക്കൾ കുട്ടികളുമായി വന്നിരിക്കുകയാണ്. ഇവിടെയും അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നിരിക്കുന്ന മാതാപിതാക്കൾക്കും കുട്ടികൾക്കും എന്റെ നമോവാദം. സ്നേഹ ഹായ്, സോന ഹായ്, ആദിത്യൻ ഹായ്, ആദിജി കണ്ണൻ. ഹായ്. കുട്ടികൾ വെറുതെ ഇരിക്കാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കണം. രസകരമായ കഥയോ പാട്ടുകളോ കൊച്ചു വർത്തമാനങ്ങളോ വികൃതികളോ കുസൃതികളോ ഒക്കെ കാണിക്കുമ്പോഴാണ് കുട്ടികളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. പിന്നെ ചെറിയ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തല്ലും, ചിലപ്പോ ഒന്ന് പിണങ്ങും, ചിലപ്പോ ഒന്ന് പിച്ചും. ഇല്ലേ? ക്ലാസ്സിൽ പഠിക്കാതെ വന്നാൽ ടീച്ചർ എന്ത് ചെയ്യും? കൈ നീട്ടാൻ പറയും, ഒരു അടിയും തരും. ഇല്ലേ? ക്ലാസ്സിൽ പോകുന്നുണ്ടോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഏത് ക്ലാസ്സിലാണ് പോകുന്നത്? അച്ഛന്റെ പേരെന്താണ്? ഷാബു. ഷാബു. ഷാപ്പെന്നാണ് ഞാൻ കേട്ടത്. ഷാബു. ഷാബു എന്ന് പറയുമ്പോ ചേർക്കുമ്പോൾ കട്ടി പറഞ്ഞ ഷാപ്പു. അമ്മയുടെ പേരാ? സിന്ധു. സിന്ധു. അച്ഛന്റെ ജോലി എന്താണ്? KSRTC. KSRTC. ആ, ഞാൻ കേട്ട് വരുമ്പോ KSRTC എന്നായി പോയി. കാതിൽ എന്താണ് ഈ ഇട്ടിരിക്കണത്? കമ്മല്. വന്ന് കമ്മലൊക്കെ ഈ മൊറൊക്കെ എടുത്ത് കാതിലിടാൻ തുടങ്ങി. ഇതൊക്കെ താങ്ങാനുള്ള ശക്തി ഉണ്ടോ? രാവിലെ എന്ത് കഴിച്ചു? ദോശ. എത്ര എണ്ണം? 1. വേറെ എന്താ കഴിക്കുന്നത് ഇഷ്ടം? പുട്ട്. പുട്ടാണ് കൊച്ചിന് ഇഷ്ടം. അമ്മ ദോശ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. പുട്ടിന്റെ കൂടെ കറി എന്ത് വേണം? കടല. കടലയും പുട്ടും ഉണ്ടെങ്കിൽ കൊച്ചിന്റെ കാര്യം ഹാപ്പിയായി. അച്ഛനാണ് പാവം, അമ്മയാണ് പാവം. അച്ഛൻ. അമ്മയോ? ഭയങ്കരം. നിസ്സാരമല്ല, ഭയങ്കരം. ശരിക്കും ചില ആളുകൾ നമ്മളോട് പറയും, സാധ്യം നിങ്ങളുടെ പരിപാടി കാണാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പരിപാടിയിൽ വന്ന കുട്ടിയെ കണ്ടു, ആ കുട്ടിയുടെ പ്രകടനം നന്നായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരം എന്നുള്ള വാക്ക് ഭയപ്പെടുത്തുന്ന അഥവാ പേടിപ്പെടുത്തുന്ന എന്നാണ്. അപ്പോ അമ്മ ഭയങ്കരമാണെന്ന് പറയുമ്പോ തന്നെ ഭയപ്പെടുന്നു, പേടിപ്പെടുന്നു. അമ്മ പിച്ചും തല്ലും കണ്ണുരുട്ടും. വടിക്കോ ചൂരലോ ചൂലിനോ ചട്ടകത്തിനോ? അടിക്കും. എന്ത് വെച്ചടിക്കും? കമ്പച്ച്. കമ്പ് വെച്ചാണ് അടിക്കുന്നത്. ആകെ ഒരു കമ്പിന്റെ വലിപ്പം പോലും ഇല്ല. ഇതിനെ ഇനി കമ്പ് വെച്ച് അടിച്ചാൽ ഒടിഞ്ഞു പോകും. അപ്പൊ അച്ഛനൊന്നും പറയില്ല. അമ്മനെ എന്ത് പറയും അച്ഛൻ? വഴക്കുണ്ടാവും. വഴക്കുണ്ടാവും. അപ്പൊ അടി കൊടുക്കുക. ആര് കൊടുക്കും? അച്ഛൻ. അപ്പൊ അമ്മ എന്ത് ചെയ്യും? അമ്മ തല്ലു അച്ഛനാ? ഇല്ല. കൊച്ചുങ്ങളെ തല്ലിയാൽ അച്ഛൻ വഴക്ക് പറയും, അടി കൊടുക്കും. അമ്മ അത് കണ്ടാൽ ഉടനെ ഇരുന്ന് കരയും. അമ്മ കരയുമ്പോ മോക്ക് സന്തോഷമാണ്. അമ്മ കരയുന്നതാണ് കുട്ടിക്ക് സന്തോഷം. അച്ഛൻ കരയുന്നത് ഇഷ്ടമാണ്? ഇഷ്ടമാണ്? ഇല്ല, അച്ഛൻ കരയാൻ പാടില്ല. അച്ഛന് ജോലി എന്താന്ന് പറഞ്ഞത്? വീട്ടിൽ പട്ടിയുണ്ടോ? പൂച്ചയുണ്ടോ? പേരെന്താണ്? പൂച്ചയുടെ പേര് ക്യാറ്റ്. ചേച്ചിയുടെ പേരെന്താണ്? നേഹ. വീട്ടിൽ നല്ലതാരാണ്? ചേച്ചിയും അമ്മയും അടി. നല്ല കുട്ടിയാണ്, നല്ല പൂക്കളാണ്. ആ, പിന്നെ എന്തൊക്കെയുണ്ട്? ഇങ്ങനെ മുടി അങ്ങ് വിതറി പറപ്പിച്ച് പനങ്കുല പോലെ നിൽക്കുന്ന മുടി. പനങ്കുല പോലെ നിൽക്കണം മുടി എന്നാ പറയണത്. നല്ല ചൊടി ഇല്ലേ? മടി എന്ന് പറയണത് ഇല്ല. നല്ല പുഞ്ചിരിക്കുന്ന മുഖം, എവിടെയോ കണ്ടിട്ടുള്ള മുഖം, നല്ല ഉടുപ്പ്. പേരെന്താണ്? സോന. സോന. സോന നീ ഒന്നാം നമ്പർ അല്ലേ? എല്ലാവരും ഒന്നാമതാകാൻ ആഗ്രഹിക്കും. പേര് തന്നെ സോന. സോന 1 നമ്പർ എന്ന് മനുഷ്യന്റെ പാടിയിട്ടുണ്ട് പണ്ട്, ഇല്ലേ? ഇവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. സീരിയലൊക്കെ അഭിനയിക്കണ്ട? ബാലതാരമായിട്ട്, വലിയ താരമായിട്ട് അഭിനയിക്കണ്ട? ചെറിയ താരമായിട്ട് അഭിനയിക്കണ്ട? ബാലതാരമായിട്ടല്ല, വലിയ താരമായിട്ടല്ല, ചെറിയൊരു താരമായിട്ട് സീരിയലിലൊക്കെ മുഖം കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഈ മുഖം എവിടെയോ കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞത് ആരാണ്? സുരേഷ് ഗോപി. സുരേഷ് ഗോപി. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്ന ആരാണ്? സുരേഷ് ഗോപി. സിനിമ കാണാറുണ്ടോ? ആരെയാണ് കൂടുതൽ ഇഷ്ടം?
സാധാരണ സിനിമ സീരിയൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ആരും ഒരാളെ പറ്റി പറയില്ല, വ്യക്തമായിട്ട് പറയില്ല, എല്ലാവരും ഇഷ്ടമാണെന്നേ പറയുള്ളൂ, ഇല്ലേ? അത് അതിന്റെ ഒരു സീക്രട്ടാ. പക്ഷേ സോനയോട് ഞാൻ ചോദിക്കുന്നു, ആരെയാണ് ഇഷ്ടം? ആലോചിച്ചിട്ട് അടുത്ത വർഷം പറയൂ. നുണ പറയാറുണ്ടാ? നുണക്കുഴിയുണ്ട്, നുണ പറയാറുണ്ട്. ആരോടാ നുണ പറയുന്നത്? ചേട്ടനോട്. ചേട്ടനോട്, ഇരിക്കണ ചേട്ടനോടാ. എന്ത് നുണയാണ് പറയാറ്? ഞാനാണെങ്കിൽ സ്കൂളിൽ പോണില്ല, ഞാൻ പഠിക്കുന്നില്ല, അത്ര. ഞാൻ സ്കൂളിൽ പോകുന്നില്ല, പഠിക്കുന്നില്ല. പക്ഷെ സ്കൂളിലും പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അല്ലേ? ക്ലാസ്സിൽ ആരെ മിടുക്കി? അപ്പൊ നുണ പറഞ്ഞല്ലേ ഇപ്പൊ തന്നെ? നുണ പറയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ മിടുക്കിയാണ്, അത് കള്ളമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ടീച്ചറിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആരാണ് വീട്ടിൽ പാവം? ചേട്ടൻ. ചേട്ടനാണ് പാവം. അച്ഛനും അമ്മയും കൂടിയതാണ്. ഈ സീരിയലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോ ആരാ കൂടെ വരുന്നത്? അമ്മയും അച്ഛനും, ചിലപ്പോ ചേട്ടൻ കൊണ്ട്. മൂന്നുപേരും കൂടി വരുമോ? ഇല്ല. എത്ര സീരിയൽ അഭിനയിച്ചു ഇപ്പൊ? ഒരു സീരിയല്ലേ? സിനിമയിൽ അഭിനയിക്കുമോ? പൂനക്കാട് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പൂനക്കാട് സിനിമയിൽ. പൂനക്കാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭുവനക്കാട് എന്നാണ്. ഭുവനക്കാട് ആ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഓഡിയോ റിലീസ് കഴിഞ്ഞു. അപ്പൊ സിനിമാ നടിയായി. കൊടുകൈ സിനിമാ നടിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമാ നടി പാട്ട് പാടുവോ? ഒരു പാട്ട് പാടിക്കേ. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞനാൾ കുഞ്ഞിളം കൈ വീശി നീ തോണിയേർ പോയില്ലേ, വിഴാതെ കണ്ണു നിന്നു നിന്നുകൾ വീർമണം, വിടാതെ കണ്ണു നിന്നു നീർമണം, എന്നെ വിട്ടിട്ടെങ്ങേ പോയി മഞ്ചാടിക്കുരുവി, എന്നെ കാട്ടും തിരത്തതോ മുഖം തിരോടി, ആറ്റുമണൽ പായയിൽ അന്തിവയിൽ നാൾ കുഞ്ഞിളം കൈ വീശി നീ തോണിയേറിപ്പോയില്ലേ. ദേശീയഗാനം പോലും ഞാൻ ഇത്രയധികം കേട്ടിട്ടുമില്ല, പാടിയിട്ടുമില്ല. പക്ഷേ ഈ പാട്ട് സൂപ്പർ ഹിറ്റ്സിലെ ദേശീയഗാനമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. കാര്യം ഏത് കുട്ടി വന്നാലും ഒന്നെങ്കിൽ ഈ പാട്ട്, രണ്ടാമത് വേറൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടുന്ന പാട്ട് ഏതാണെന്ന് അറിയാമോ? ജോണി അറിയാം. എന്റെ പൊന്നു പപ്പ, വേണ്ട പപ്പ, ജോണി കേട്ട് പപ്പ പഠിച്ചിട്ടില്ലേ അത്? സീരിയലൊക്കെ പോയാൽ ഉറങ്ങുവോ? അവിടെ ഇരുന്നോളൂ. രാത്രിയൊക്കെ പോവാ സീരിയലൊക്കെ കഴിയുമ്പോ? അപ്പ എന്ത് ചെയ്യും? ഉറങ്ങിപ്പോവാ? ഇല്ല, രാത്രി വിടും. എത്ര മണിക്ക് വിടും? ഉറങ്ങിപ്പോണോണ്ട് പറഞ്ഞു വിടും അല്ലേ? പഠിച്ച ആരാകും? ഡോക്ടർ. ഉറപ്പില്ല, എന്നാലും പറയാണ് ഡോക്ടർ. അതാകുമെന്നാണ് പറയണത്. പക്ഷേ സീരിയലിൽ പോകുന്നതോടൊപ്പം തന്നെ പഠിക്കുകയും കൂടി ചെയ്താലേ ഡോക്ടർ ആവുള്ളൂ, ഇല്ലേ? ഇല്ലെങ്കിൽ അമ്മയുടെ ഡോക്ടറായിട്ട് ഇവിടെ നിൽക്കും, ഇല്ലേ? സീരിയൽ അഭിനയിക്കുന്നതാണ് ഇഷ്ടം, പഠിക്കാൻ പോകുന്നതാണ് ഇഷ്ടം? പഠിക്കാൻ പോകുന്നത്. പക്ഷെ സീരിയൽ അഭിനയിക്കുന്നത് ഇഷ്ടമാണ്. ആർക്കാണ് കൂടുതൽ മോള് സീരിയൽ അഭിനയിക്കാൻ ഇഷ്ടം വീട്ടില്? അമ്മയ്ക്കാണ്. ആരെങ്കിലും സീരിയൽ കണ്ടിട്ട് മോളോട് ക്ലാസ്സിലൊക്കെ അഭിപ്രായം പറയാറുണ്ടോ? സോന, ഞാൻ സീരിയൽ കണ്ടു, ടീച്ചർ പറയാം. എന്തെന്ന് പറഞ്ഞു? നിന്റെ അഭിനയം കൊള്ളാം, നീ ക്ലാസ്സിൽ വരാത്തതും കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തെന്നാ പറഞ്ഞേക്കണത്? സോന, നിന്റെ അഭിനയം കൊള്ളാം. ടീച്ചറും അപ്പൊ സീരിയൽ കാണാറുണ്ടെന്ന് അർത്ഥം. പിന്നെ സോന പഠിപ്പിക്കണ ക്ലാസ്സിൽ ടീച്ചറല്ലേ, അപ്പൊ കാണാതിരിക്കില്ലല്ലോ. അപ്പൊ സോന അഭിനയിച്ച് ഒന്നെങ്കിൽ നല്ല എന്താ പറഞ്ഞ നടിയായി മാറും, അതല്ലെങ്കിൽ സോന ഡോക്ടറാകും. വല്ലപ്പോഴും ഒന്ന് ക്ലാസ്സിലേക്ക് ചെല്ലും. പോണമെന്നുണ്ട്, പോണം കേട്ടാ. അപ്പൊ മിടുക്കിയായിട്ട് വരട്ടെ. അമ്മയുടെ പേര്? പ്രസന്ന. അച്ഛന്റെ പേര്? സുഗു.